സാങ്കേതികവിദ്യയാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും, പ്രായഭേദമന്യേ. നിങ്ങളൊരു സ്മാർട്ട് ഫോണിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ, ആപ്പുകളിലൂടെ അനായാസം കയറിയിറങ്ങാൻ കഴിയുന്നവനാണെങ്കിൽ, ഈ ഭൂഗോളത്തിലുള്ള എന്തും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ കാൽക്കീഴിൽ വരുത്താം. കാലത്തിൻ്റെ ഈ വളർച്ചയിലൂടെ സ്വതന്ത്രമായി നീന്തി നടക്കുന്ന തലമുറകൾക്ക് സിൽബന്ധി എന്ന വാക്ക് തന്നെ തികച്ചും അപരിചിതമായിരിക്കും. ഹവ്യത്തിലെ എൻ്റെ സഹയാത്രികരെ ഇത്തവണ ഞാൻ കൂടെ കൊണ്ടുപോകുന്നു. സിൽബന്ധികൾ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായിരുന്ന കാലഘട്ടത്തിലേക്ക്, എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മറക്കാൻ കഴിയാത്ത ചില വ്യക്തികളിലേക്ക്, അവരുടെ ഓർമ്മകളിലേക്ക്. എൻ്റെ കഥയുടെ പേര് സിൽബന്ധികൾ. ഞാൻ ദ്യുതി ചന്ദ്രൻ. മീൻകൊട്ടയും തലയിൽ വെച്ച് ഗേറ്റിൽ വന്നു നിന്ന് മമ്മുമാപ്പിളയുടെ ആ ഒരു കൂവലുണ്ടല്ലോ, അത് അനുകരിക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാനതിന് ശ്രമിക്കുക പോലുമില്ല. മമ്മുമാപ്പിളെ, നിങ്ങൾക്കിത് കണ്ണും വെളിച്ചമുള്ളപ്പോൾ കൊണ്ടുവന്നൂടെ? അതെങ്ങനെയാ? അപ്പം നിങ്ങൾ വിളിച്ചാലും കേൾക്കാണ്ട് റോട്ടിലേക്ക് ഓടും. എന്നിട്ട് അവിടെ വിൽക്കാൻ പറ്റാത്ത ബാക്കി മീനും കൊണ്ട് ഇവിടെ വരും. നാട് നന്നാക്കുന്ന മാഷുണ്ടല്ലോ അല്ലേ, കൊട്ട മുഴുവൻ വാങ്ങാൻ. ബാക്കിയുള്ളവർ ഒരുവിധം ജോലിയില്ലാൻ കഴിഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ അയാൾ വരും. പല ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ മമ്മുമാപ്പിള പടിക്കൽ വന്ന് നീട്ടി വിളിക്കുമ്പോൾ അമ്മ കൊടുക്കണ മറുപടിയാണിത്. അച്ഛൻ വീട്ടിലില്ലെങ്കിൽ ആൾ മിണ്ടാണ്ട് സ്ഥലം വിടും. ഫ്രിഡ്ജും ഐസും ഒന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് ബാക്കി വന്ന മീൻ പോണ വഴിക്ക് തോട്ടിലോ ആളില്ലാത്ത പറമ്പിലോ ഇട്ട് കൊട്ട കാലിയാക്കി പോവും മമ്മുമാപ്പിള. വീട്ടിലിതും കൊണ്ട് ചെന്നാൽ ആമിനുമ്മയും കൊടുക്കും വയറ് നിറച്ച്. അച്ഛൻ വീട്ടിലുണ്ടെങ്കിലോ കൊട്ടയിലെ മീൻ മുഴുവൻ വീട്ടിലെ ചട്ടിയിൽ. പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തു കൊടുത്ത് അച്ഛൻ പറയും, താൻ വേഗം സ്ഥലം വിട്ടോ. പോക്കറ്റ് കാലിയാണെങ്കിൽ പറയും, ലോനപ്പൻ്റെ കടയിൽ പോയി അത്താഴത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കോളൂ. ലോനപ്പൻ്റെ കടയിൽ 2 പറ്റപുസ്തകങ്ങളാണ് അച്ഛന്. ഒന്ന് വീട്ടിലേക്കുള്ള പലചരക്ക് കണക്ക് പുസ്തകം, രണ്ടാമത്തേത് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ നാട്ടുകാരെ ഊട്ടാനുള്ള കണക്ക് പുസ്തകം. എന്ന് വെച്ച് അച്ഛൻ കണ്ണടച്ചങ്ങനെ ദാനമൊന്നും ചെയ്യില്ല കേട്ടോ. അച്ഛന് ചില അലിഖിത നിബന്ധനകളൊക്കെ ഉണ്ട്. ജുബ്ബയുടെ പോക്കറ്റിലെ പണം ചിലവാക്കാനുള്ളതാണെന്നും ഉള്ളത് തീർന്നാൽ പണം വീണ്ടും വന്നുകൊണ്ടിരിക്കുമെന്നും അതോർത്ത് വെറുതെ വിഷമിക്കുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും അച്ഛൻ വിശ്വസിച്ചിരുന്നു. പണമില്ലെങ്കിൽ ലോനപ്പൻ്റെ കട തന്നെ രക്ഷ. ആരും അത്താഴപ്പെട്ടിന് കിടക്കരുത്. ലോനപ്പൻ അരിയും ചായപ്പൊടിയും പഞ്ചസാരയും പപ്പടവും വെളിച്ചെണ്ണയും കൊടുക്കും. ഉപ്പും മുളകും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം കൊടുക്കും. കൂടുതലൊന്നുമില്ല. മീൻ ചട്ടിയിൽ വീണാൽ അടുത്ത 2 മണിക്കൂർ വീട്ടിൽ അടിയന്തരാവസ്ഥയാണ്. അച്ഛൻ ഷോളും എടുത്തിട്ട് നാട് നന്നാക്കാൻ പോകും. അല്ലെങ്കിൽ ഓഫീസ് മുറിയെ കയറി കേസ് കെട്ടുകൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് ഭാവിക്കും. അടുക്കളയിലെ പാത്രങ്ങൾ പടക്കം പൊട്ടും പോലെ ഇടയ്ക്കിടയ്ക്ക് ബഹളം വയ്ക്കും. ഞാനടക്കം എല്ലാവരും പുസ്തകവുമായി പഠിക്കാനിരിക്കും. അടുക്കള ഭാഗത്തെങ്ങാനും കണ്ടാൽ അമ്മ കിട്ടിയതെടുത്ത് തല്ലും, അല്ലെങ്കിൽ ചീത്ത പറയും. പോയിരുന്ന് പഠിച്ചൂടെ നിനക്ക്? നിൻ്റെ തലയിലെഴുത്തെങ്കിലും നന്നാവട്ടെ. വീട്ടിലൊരു കറി വയ്ക്കാനോ വറക്കാനോ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സ്യം അയൽപക്കങ്ങളിൽ കൊടുക്കും. അത് പറ്റിയില്ലെങ്കിൽ തെങ്ങിൻ്റെ കടക്കിലിട്ട് മൂടും. അത്ര തന്നെ. ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ പിൻവലിക്കും. പതുക്കെ പതുക്കെ ഞങ്ങൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരും. അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. വൈകിട്ട് സ്കൂൾ ജോലി കഴിഞ്ഞ് വന്ന് 1 മിനിറ്റ് വിശ്രമിക്കാൻ നേരം കിട്ടില്ല. രാത്രിക്കുള്ള ചോറും കൂട്ടാനും തോരനും ഒക്കെ പിന്നെ ഉണ്ടാക്കണം. ഫ്രിഡ്ജും മിക്സിയും ഒന്നുമില്ലല്ലോ. സഹായത്തിനും ആരുമില്ല. ജോലിയെല്ലാം ഒതുക്കി ഒന്നിരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാവും മാപ്പിളയുടെ വരവും കോലാഹലങ്ങളും. അച്ഛനിതുപോലെ കാശ് കടം വാങ്ങാൻ വരുന്ന സിൽബന്ധികൾ ഇനിയും ഉണ്ട്. തെങ്ങ് കയറുന്ന രാഘവന് കാശ് കൊടുത്താൽ നേരെ കള്ളുഷാപ്പിലാവും പോവുക എന്ന് അച്ഛനറിയാം. അതുകൊണ്ട് പറയും, ദേവകിയോട് ലോനപ്പൻ്റെ കടയിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കോളാൻ പറയും. പറമ്പ് കിളയ്ക്കുന്ന കുട്ടപ്പനും ഇടയ്ക്കിടയ്ക്ക് താക്കീത് നൽകും. നിൻ്റെ കൂലിയിൽ നിന്ന് പിടിക്കും കേട്ടോ എന്ന് പറയും. പാടത്ത് പണിയെടുക്കുന്ന പാക്കരനോട്
അച്ഛനൊരു പ്രത്യേക അലിവാണ്. അവൻ്റെ അമ്മ കിടപ്പിലാണ്, വേറെ ആരുമില്ല. അവനോട് പറയും, അടുക്കളപ്പുറത്ത് എന്ന് ടീച്ചറോട് പറഞ്ഞാൽ മതി, എന്താണെന്ന് വെച്ചാൽ വാങ്ങി വേഗം കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കാൻ നോക്ക്. അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട് സിൽബന്ധികളുടെ. അമ്മ അച്ഛനോട് വഴക്ക് കൂടുമെങ്കിലും മനസ്സലിവില്ലാത്തവളോ പിശുക്കിയോ ഒന്നും അല്ല കേട്ടോ. സിൽബന്ധികളുടെ കാര്യത്തിൽ അമ്മയുടെ ലിസ്റ്റും തീരെ ചെറുതല്ല. ബീഹാറിൽ വെള്ളപ്പൊക്കമെന്നും ആന്ധ്രയിൽ ചുഴലിക്കാറ്റെന്നും പറഞ്ഞ് മലയാളത്തിൽ എഴുതിയ ചെറിയ നോട്ടീസുമായി കുടുംബസമേതം വരുന്ന ആളുകളോ, അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ച പോകുന്നവരോ, അല്ലാതെ തന്നെ എന്തെങ്കിലും തരണേ അമ്മ എന്ന് പറഞ്ഞു വരുന്ന, ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കൊടുക്കുന്നതെന്തും വാങ്ങിപ്പോകുന്നവരോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാറില്ല. ചിലരെ കണ്ടാൽ തന്നെ പേടിയാവും. ഇങ്ങനെയുള്ളവർ പിടിച്ചുകൊണ്ട് പോകുന്ന പേടിപ്പിച്ചാണ് അമ്മമ്മ ചെറുതിലേ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ അകത്താക്കിച്ചിരുന്നത്. ചിലർ വൃത്തിയായി വസ്ത്രം ധരിച്ചു വരും. പെരുമാറ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുന്ന ചിലരുണ്ട്. അമ്മ ജോലിക്ക് പോകുന്നത് അറിയാവുന്നത് കൊണ്ട് ശനിയോ ഞായറോ ആയിരിക്കും മിക്കപ്പോഴും ഇവർ വരിക. അതിൽ ഏറ്റവും പ്രധാനികളാണ് കൊച്ചുറോദയും അമ്മിണിയും. കൊച്ചുറോദ അമ്മയുടെ സഹായിയായതുകൊണ്ട് ദിവസവും രാവിലെ തന്നെ എത്തും, മറ്റുള്ളവർ വാരാന്ത്യങ്ങളിലും. എത്ര വലിയ പ്രതിസന്ധിയെയും സമചിത്തതയോടെ നേരിടുന്ന ഒരാളാണ് അമ്മ. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അടുക്കളപ്പണിയിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചെയ്യാതെ തരമില്ലാത്തതുകൊണ്ട് ചെയ്യണം, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ കൊച്ചുറോദ ഇല്ലാത്ത സമയങ്ങളിൽ അടുക്കളയിൽ കിടന്ന് കറങ്ങേണ്ടി വന്ന അമ്മയുടെ മട്ടാകെ മാറും. കൊച്ചുറോദയെ അമ്മയുടെ വലം കയ്യെന്നോ ഇടം കയ്യെന്നോ ഒക്കെ പറയാം. പ്രായത്തിൻ്റെ ശാരീരിക അവസ്ഥകൾ കൂടിയപ്പോൾ കാലങ്ങളായി പുറംപണികൾ ചെയ്തിരുന്ന കാളി തന്നെയാണ് കൊച്ചുറോദയെ കൊണ്ടുവന്നത് അമ്മയ്ക്ക് സഹായത്തിന്. കൊച്ചുറോദ ചെറുപ്പമാണ്. എപ്പോഴും ഒരു തരി ചളി പുരളാത്ത തൂവെള്ളച്ചട്ടയും പിന്നിൽ വിശറി പോലെ ഞൊറിഞ്ഞു കുത്തിയ മുണ്ടുമാണ് വേഷം. കഴുത്തിൽ ഒരു നനുത്ത സ്വർണ്ണനൂലും അതിന്മേലൊരു ചെറിയ സ്വർണ്ണക്കുരിശും. അധികം വർത്തമാനമൊന്നും പറയാത്ത കൊച്ചുറോദ രാവിലെ വന്നാൽ നിഴൽ പോലെ അമ്മയുടെ പുറകെ ഉണ്ടാവും. വൈകിട്ട് 5 മണിയോടെ വീട്ടിലെത്തണമെന്ന ഒരേ ഒരു നിർബന്ധമേ അവരുടെ ഭർത്താവിനുള്ളൂ. വീട്ടിലുള്ളപ്പോൾ അടുക്കളയിലെ ഭക്ഷണമുണ്ടാക്കലൊഴികെ എല്ലാ പുറംപണികളും അവർ ചെയ്യും. കൂടാതെ മത്സ്യവും മാംസവുമെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊടുക്കും. അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണിത്. അപൂർവമായി മാത്രമേ അവർ ജോലിക്ക് വരാതിരുന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അമ്മയ്ക്ക് ആകെ ഒരു പന്തികേടാണ്. ആരോടൊന്നില്ലാതെ പറയുന്നത് കേൾക്കാം, തീരാത്ത കണ്ട പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ എപ്പോഴാണാവോ എത്തുക. കൊച്ചുറോദയും കുടുംബത്തെയും എല്ലാ വിഷമഘട്ടങ്ങളിലും സഹായിക്കാൻ അമ്മയ്ക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അടുത്തയാൾ അമ്മിണിയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അമ്മിണി വീട്ടിലെത്തും. 10-ലധികം ആളുകളും ഇടയ്ക്കിടയ്ക്ക് വിരുന്നുകാരുമുള്ള വീട്ടിലെ എത്ര കഴുകിയാലും തീരാത്ത തുണികൾ സമയാസമയത്ത് വൃത്തിയാക്കി കൊണ്ടുവരാൻ അമ്മിണിയില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നോ ആവോ. സമപ്രായക്കാരായിരുന്നതുകൊണ്ട് അമ്മിണിയും അമ്മയും ഇടയ്ക്കിടെ കളിതമാശകൾ പറയുന്നതും ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കടം കൊടുക്കലും വാങ്ങലും കൂടാതെ ചുറ്റുവട്ടത്തെ പ്രധാന വിശേഷങ്ങൾ സത്യസന്ധമായി പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ അമ്മിണിയാണ് അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കുക. കഴുകിയ തുണികളെപ്പോലെ അമ്മിണിയുടെ മനസ്സും ശുദ്ധമാണെന്നാണ് അമ്മ പറയുന്നത്. വീട്ടിലില്ലാത്ത ഇരുമ്പമ്പുളിയും ചക്കയും കപ്പയും വല്ലപ്പോഴുമൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാനും അമ്മിണി വരുന്നത് കാത്തിരിക്കാറുണ്ടെന്നതാണ് സത്യം. ശനിയോ ഞായറോ ഉച്ചയൂണിന് മുൻപ് വരും ദാമോദരൻ. ഉമ്മറത്ത് നിന്ന് അയാൾ വന്ന വിവരം വിളിച്ചറിയിക്കും. അമ്പ്രാളെ, ദാമോദരൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചില ദിവസം അമ്മ പറയും, ചോറ് വാർത്തിട്ടേ ഉള്ളൂ, ഒന്ന് വെള്ളം വാർന്നോട്ടെ. അല്ലെങ്കിൽ പറയും, കൂട്ടാൻ വറുത്തിട്ടിട്ടില്ല, എപ്പോൾ തരാം. ഊണ് തയ്യാറാണെങ്കിൽ അമ്മ പറയും, അടുക്കളപ്പുറത്തേക്ക് വന്നോളൂ ദാമോദരാ. അമ്മ കൊച്ചുറോദയോട് പറയും, പ്ലേറ്റ് കഴുകി എടുത്തോളൂ, ഗ്ലാസ്സിൽ കുടിക്കാൻ വെള്ളവും. ചോറും കൂട്ടാനും എല്ലാം പ്ലേറ്റിൽ വിളമ്പിക്കഴിഞ്ഞാൽ കൊച്ചുറോദ വിളിക്കും, രാമോരാ.
ഇപ്പുറത്തേക്ക് വന്നോളൂ കേട്ടാ. എത്ര പഠിപ്പിച്ചാലും ദാമോദരാന്ന് പറയാൻ കൊച്ചുറോത്തിക്ക് പറ്റില്ല. ഒരു തിരക്കും കാണിക്കാതെ ദാമോദരൻ തെക്കേ കുളത്തിൽ പോയി കൈയും കാലും മുഖവും കഴുകി തോളിലെ തോർത്തുകൊണ്ട് തുടച്ച് അടുക്കളപ്പുറത്ത് വരും. ചോറും കൂട്ടാനും മെഴുക്കുപുരട്ടിയും കടുമാങ്ങയും പ്ലേറ്റിൽ വിളമ്പി ഗ്ലാസ്സിൽ സംഭാരമോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ കൊടുക്കും അമ്മ. വിശേഷ ദിവസങ്ങളിൽ പപ്പടമോ പായസമോ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ദാമോദരൻ ഉണ്ണുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ അടുക്കളപ്പുറത്ത് ചെല്ലുമ്പോൾ അമ്മ പറയും, മോൾ അപ്പുറത്തേക്ക് പൊക്കോളൂ, ആളുകൾ ഉണ്ണണത് നോക്കി നിൽക്കാൻ പാടില്ല. അപ്പോൾ ദാമോദരൻ പറയും, കൊച്ചമ്പ്രാൾ അവിടെ നിന്നോട്ടെ, ദാമോദരനൊരു കൂട്ടായല്ലോ. ഒരാർത്തിയും കാണിക്കാതെ വൃത്തിയായി ഊണ് കഴിച്ച് ദാമോദരൻ എഴുന്നേൽക്കും. ഇടയ്ക്ക് അമ്മ അടുക്കളയിൽ നിന്ന് വിശേഷങ്ങൾ ചോദിക്കും. അതിന് ഭവ്യതയോടെ ഉത്തരം പറയും. കുളത്തിൽ പോയി പ്ലേറ്റും ഗ്ലാസും കഴുകി ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഊണ് കഴിച്ച സ്ഥലം തെളിച്ച് ഗ്ലാസും പ്ലേറ്റും അടുക്കള കോലായിൽ കമഴ്ത്തി വെച്ച് ദാമോദരൻ പറയും, അമ്പ്രാളെ, ദാമോദരൻ ഇറങ്ങട്ടെ കേട്ടോ. ഇനി ചിലപ്പോൾ അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ വരും. പിന്നെ നാണിയമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ശനിയോ ഞായറോ വരും. അമ്മയുടെ ചിട്ടകളൊക്കെ ഏതാണ്ട് നാണിയമ്മയ്ക്ക് അറിയാം. രാവിലെ അടുക്കളയിലും പുറത്തുമായി തിരക്കാവും. ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒരിത്തിരി നേരം ഒരു മയക്കം. രാവിലെ വന്നാൽ നാണിയമ്മ നേരെ അടുക്കളപ്പുറത്ത് ചെന്ന് തൻ്റെ വരവറിയിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ അമ്മയുടെ മുറിയുടെ ജനാലയ്ക്കൽ ചെന്ന് പതുക്കെ പറയും, നാണിവിടെ ഉണ്ടേ. രണ്ടായാലും അമ്മ കൊച്ചുറോതയോട് പറയും, നാണിത്തള്ളയ്ക്കേ അരിപ്പെട്ടിന്ന് 2 പിടി അരി കൊടുക്കൂ, പിന്നെ ആ കൊട്ടയിൽ എന്താ ഉള്ളേച്ചാൽ അതും. കൊച്ചുറോതയ്ക്ക് അറിയാം 2 പിടി എന്ന് പറഞ്ഞാൽ അരിപ്പെട്ടിയിലെ നാഴിയിൽ കൂമ്പാരം 2 നാഴിയാണെന്ന്. പിന്നെ അമ്മ പറഞ്ഞ കൊട്ടയിലും എന്തെങ്കിലുമൊക്കെ കാണും. കൊയ്ത്ത് കഴിഞ്ഞ സമയമാണെങ്കിൽ ഇത്തിരി നെല്ല്, തെങ്ങ് കയറിയ 4 തേങ്ങ, അല്ലെങ്കിൽ 2 പെടലക്കായ, മാങ്ങ, ചക്ക, പച്ചക്കറി, ഓണക്കാലത്ത് കുറച്ച് നല്ലോണം ഉപ്പേരി, നേന്ത്രപ്പഴം, അങ്ങനെ. ഇതൊന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഉടുത്ത് മതിയായ സാരിയോ സെറ്റുമുണ്ടോ തോർത്തോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് നാണിയമ്മയുടെ ഒരു പ്രത്യേക കരുതലാണ്. എന്തിനാ ഇവർക്കിങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കണേ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അമ്മ പറഞ്ഞു, അതേ, ഭർത്താവ് മരിച്ച ജോലിക്ക് പോകാനും വയ്യാത്തൊരു മോളും അവളുടെ 3 കുഞ്ഞുമക്കളും നാണിത്തള്ളയുടെ കൂടെയാണ്. പല വീടുകളിലും ഇങ്ങനെ കൈ നീട്ടി കിട്ടണതുകൊണ്ട് വേണം ആ കുടുംബം കഴിയാൻ. ഇങ്ങനെയുള്ളവരെ സഹായിച്ചാൽ പുണ്യം കിട്ടും. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. പാവം നാണിയമ്മ. ഇനിയൊരാളുണ്ട്, ഞങ്ങൾ ആരും കാണണമെന്ന് ആഗ്രഹിക്കാത്ത എന്നാൽ ഒഴിവാക്കാനാകാത്തൊരു സന്ദർശകൻ. ഒരു അഹങ്കാരിയുടെ കെട്ടുമട്ടുമുണ്ട്. വലിയ ഒച്ചയിൽ ഗേറ്റ് തള്ളി തുറന്നാണ് അയാളുടെ വരവ് തന്നെ. എന്നിട്ട് ഇവിടെ ആർക്കും ചെവി കേൾക്കില്ല എന്ന ഭാവത്തിൽ ഉറക്കെ പറയും, എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തരൂ, എനിക്കിങ്ങനെ കാത്തു നിൽക്കാനൊന്നും നേരമില്ല. അയാളുടെ ശബ്ദം കേൾക്കുമ്പോഴേ അമ്മയ്ക്ക് ദേഷ്യം വരും. ആരോടൊന്നുമില്ലാതെ അമ്മ പറയും, ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പൂജാമുറിയിലെ ചില്ലറപ്പെട്ടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുത്ത് അയാളെ പറഞ്ഞയക്കുക. എന്നിട്ട് ആ ഗേറ്റും കുറ്റിയിട്ടോളൂ. അയാൾക്കേ ഗേറ്റ് തുറക്കാനേ അറിയൂ, അടയ്ക്കാനറിയില്ല. എന്നാൽ പിന്നെ അയാൾ വരുമ്പോഴൊക്കെ എന്തിനാ പൈസ കൊടുക്കണേന്ന് ചോദിച്ചാൽ അമ്മ പറയും, അയാളേ വിഷമാണ്, നാവിന് എല്ലില്ല. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ നാട്ടിൽ മുഴുവൻ നടന്ന് ആളുകളെപ്പറ്റി ഇല്ലാത്ത നുണയും കുറ്റവും കുറവും പറയലാണ് അയാളുടെ പണി. ഞാനോർത്തു, എൻ്റെ നാവിനും എല്ലില്ലല്ലോ എന്ന് വെച്ചാൽ ആളുകളെ ചീത്ത പറഞ്ഞ് കാശുണ്ടാക്കണത് മഹാമോശമാണ്. ഇനി ഒരാൾ കൂടിയുണ്ട് അമ്മയുടെ ലിസ്റ്റ് തികയ്ക്കാൻ. ആണുങ്ങളുടെ തലമുടി വെട്ടാൻ വരുന്ന കൊച്ചുണ്ണിപ്പാപ്പൻ. കൊച്ചുണ്ണിപ്പാപ്പൻ എങ്ങനെ അമ്മയുടെ സിൽബന്തി ലിസ്റ്റിൽ വന്നു എന്നല്ലേ? സാമാന്യം നല്ല കഷണ്ടിയുള്ള അച്ഛൻ വളരെ അപൂർവമായേ കൊച്ചുണ്ണിയുടെ മുൻപിൽ തല കാണിക്കാറുള്ളൂ. പിന്നെയുള്ളത് ചേട്ടനും 2 അനിയന്മാരുമായതുകൊണ്ട് ഇതും അമ്മയുടെ ലിസ്റ്റിലായി, അത്രയേ ഉള്ളൂ. കൊച്ചുണ്ണിപ്പാപ്പൻ വെറും ബാർബറല്ല കേട്ടോ. ഹിന്ദി സിനിമകളിലെ നായികമാരുടെ വേഷവിധാനങ്ങൾ എന്നെ ആവേശിച്ചിരുന്നൊരു കാലം. ഒരു ദിവസം കൊച്ചുണ്ണിപ്പാപ്പനോട് സിനിമാ നടി ഹെലൻ്റെ പോലെ നെറ്റിയിലേക്ക് മുറിച്ചിട്ട് എൻ്റെ തലമുടി ഒന്ന് ബോബ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചു.
യാതൊരു സംശയവും ഇല്ലാതെ ആശാൻ പറഞ്ഞു. അതിനെന്താ ഇപ്പം ഇത്ര വിഷമം? ഞാൻ എത്ര പേരുടെ തല ബോബ് ചെയ്തിട്ടെന്ന് കുട്ടിക്കറിയോ? ഞാൻ വീണുപോയി. ബോബ് ചെയ്ത് കഴിഞ്ഞ് തല കാണിക്കാൻ ചെന്നപ്പോൾ അതൃപ്തി തീരെ മറച്ചു വയ്ക്കാതെ അമ്മ ചോദിച്ചു, ഇത് എന്ത് കോലാണ്? ഈ തലമുടി എന്താ കാണിച്ചേ കുട്ടി? പിന്നെ കയ്യിൽ കിട്ടിയ വടിയെടുത്ത് പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് എന്നെ തല്ലി. അതൊക്കെ ഇന്നലെ നടന്ന പോലെ. തലമുടി വെട്ടിക്കഴിഞ്ഞാൽ പണിയായുധങ്ങൾ കഴുകി തുടച്ച് പെട്ടിയിൽ വെച്ച് അമ്മ കൊടുക്കുന്ന ചുടുചായ കുടിക്കുമ്പോഴാകും കൊച്ചുണ്ണിപ്പാപ്പന് ഉഷാറാവുക. അമ്മിണി സത്യം മാത്രം അമ്മയോട് പറയുമ്പോൾ ഈസ്റ്റ്മാൻ കളറും പൊടിപ്പും തൊങ്ങലും അത്യാവശ്യം സൗണ്ട് ഇഫക്റ്റുകളും ഒക്കെ ചേർത്താണ് കൊച്ചുണ്ണിപ്പാപ്പൻ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക. അതുകൊണ്ട് തന്നെ അമ്മ പറയും, കൊച്ചുണ്ണി പറയണതെല്ലാം കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാനൊന്നും പോണ്ടാട്ടോ. ഇദ്ദേഹമാണ് പണ്ട് നാട്ടിൽ ഒടിയനിറങ്ങിയ കഥയും അമ്മയിലേക്ക് എത്തിച്ചത്. സിൽബന്ധികൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന് നിറവും മണവും പകർന്നിരുന്ന ഒരു കാലഘട്ടം. അന്യം നിന്നുപോയ ആ കാലങ്ങളിലേക്കൊന്ന് കൂപ്പുകുത്തുമ്പോൾ എന്തൊരു ഗൃഹാതുരത്വമാണ്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും റീലും നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന പുത്തൻ തലമുറകൾക്ക് എൻ്റെ സുന്ദരമോഹന ബാല്യം ഒരു പുരാതന സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയൂ, അല്ലേ?